ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് കറിയാണ്. ആദ്യം നമ്മൾ കുക്കർ കഴുകിയതിന് ശേഷം ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി 2.25 സ്പൂൺ, വലിയ ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.25 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം കുഴക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില കഴുകിയതിന് ശേഷം 3 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം കുഴക്കുക. എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം സിമ്മിലാക്കുക. 5-6 വിസിലടിച്ചതിന് ശേഷം തുറന്ന് നോക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനു ശേഷം വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇറ്റാലിയൻ ചട്ടി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ഇടുക. സവാള വന്നതിനു ശേഷം അതിലേക്ക് കരിവേപ്പില, മസാലപ്പൊടി ആവശ്യത്തിന് ഇടുക. പിന്നെ തക്കാളി ഇടുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടുക. എന്നിട്ട് പിന്നെയും ഇളക്കി കൊടുക്കുക. നാടൻ ബീഫ് കറിയിലോട്ട് വഴറ്റിയ ചേരുവകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇളക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പൊറാട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.